സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിൽ ക്രൈസ്തവർക്കെതിരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധം വ്യാപകം. 100-ലധികം പേരെ അറസ്റ്റ് ചെയ്തു. സർഗോദ. പാകിസ്ഥാനിലെ സർഗോദയിൽ ക്രൈസ്തവർക്ക് നേരെ അടുത്തിടെ നടന്ന ആക്രമണങ്ങളിൽ വ്യാപക പ്രതിഷേധവുമായി വിശ്വാസി സമൂഹം. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളിലും അസഹിഷ്ണുതയിലും വിശ്വാസികൾ ദുഃഖം പങ്കുവച്ചു. മെയ് 25-നാണ് ക്രൈസ്തവർക്ക് നേരെ കലാപത്തിന് സമാനമായ ആക്രമണം ഉണ്ടായത്. വ്യാപകമായ പ്രതിഷേധത്തിന് ഒടുവിൽ 100-ലധികം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ പ്രതിഷേധം ശക്തമാണ്. ക്രൈസ്തവർക്ക് സുരക്ഷ ലഭിക്കണമെന്ന് ഇസ്ലാമാബാദ് റാവൽപിണ്ടി സെനറ്ററും കത്തോലിക്ക വിശ്വാസിയുമായ താഹിർ ഖലീൽ സർഗോദ ജില്ലാ പോലീസ് ഓഫീസർ അസദ് മാലിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഇസ്ലാമാബാദിൽ 150 മൈൽ തെക്ക് സർഗോദ സിറ്റിയിലെ മുജാഹിദ് കോളനിയിലെ 2 ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ വീടുകളിൽ ആക്രമണാസക്തരായ ജനക്കൂട്ടം ആക്രമിക്കുകയായിരുന്നെന്ന് ഖുർആൻ അവഹേളിച്ചു എന്നാരോപിച്ച് കത്തോലിക്ക വിശ്വാസിയായ നസീർ മസീഹിനെതിരെ തിരിഞ്ഞ ജനക്കൂട്ടം ക്രിസ്ത്യൻ വീടുകളിലും നസീറിന്റെ ഉടമസ്ഥതയിലുള്ള ഷൂ ഫാക്ടറിയും കത്തിച്ചു. 76-കാരനായ മസ്ഹീർ വർഷങ്ങളായി സൗദി അറേബ്യയിൽ അധ്വാനിച്ച് നേടിയതിൽ നിന്ന് സ്വരുക്കൂട്ടിയ പണം ഉപയോഗിച്ച് ഒരു ഷൂ ഫാക്ടറി സ്ഥാപിച്ചു. വിജയകരമായ രീതിയിൽ ബിസിനസ് നടത്തി വരികയായിരുന്നു. ശനിയാഴ്ച രാവിലെ 6 മണിയോടെ മസ്ഹിന്റെ മുസ്ലിം അയൽവാസികളിലൊരാളായ അയൂബ് ഗോണ്ടൽ എന്നയാളാണ് ഖുർആൻ പേജുകൾ അവഹേളിച്ച് റോഡിലേക്ക് വലിച്ചെറിഞ്ഞ് മതനിന്ദ നടത്തിയെന്നാരോപിച്ച് മസ്ഹിനെതിരെ രംഗത്ത് വന്നത്. കിംവദന്തികൾ പ്രചരിച്ചതോടെ പ്രദേശത്തു നിന്നും സമീപ ഗ്രാമങ്ങളിൽ നിന്നുമുള്ള 2000-ഓളം ആളുകളും മസ്ഹിന്റെ വീടിന് പുറത്ത് തടിച്ചുകൂടുകയായിരുന്നു. 20 കിലോമീറ്റർ ദൂരം നിന്ന് പോലും കലാപഭീതി പരത്തി ആളുകൾ എത്തിയിരുന്നു. വ്യാപകമായ അക്രമം അഴിച്ചുവിട്ട തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ക്രൈസ്തവരുടെ വീടുകളും ആക്രമിച്ചു. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.